കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര ജൂൺ 15 മുതലെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രിയദർശിനി എന്ന പേരിലാണ് സൗജന്യയാത്ര. ഇതിനായി അധിക പണം സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രായഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര ലഭ്യമാകും. പ്രിയദർശിനി എന്ന പേരിലാണ് സൗജന്യയാത്ര നടപ്പിലാക്കുന്നത്. കെഎസ്ആർടിസിക്ക് 65 മുതൽ 70 കോടി രൂപയാണ് പ്രതിമാസം വരുമാന നഷ്ടം വരിക. ഒരു വർഷത്തിൽ കെഎസ്ആർടിസിക്ക് നഷ്ടം വരുന്നത് 800 കോടിയോളം രൂപയായിരിക്കും. ഈ തുക സർക്കാർ വഹിക്കും. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടിക്ക് പുറമെ ഈ നഷ്ടം സംഭവിക്കുന്ന തുകയും സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി കെഎസ്ആർടിസി ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ കെഎസ്ആർടിസിക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകും. ഇപ്പോൾ കെഎസ്ആർടിസിക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ പണം കൂടി സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകും. PM ശ്രീയിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ടി വീണയ്ക്കെതിരായ നോട്ടീസ് ED അന്വേഷണത്തിന്റെ ഭാഗമാണ്. ED റെയ്ഡ് നടത്താമോ എന്നതിൽ സംസ്ഥാനങ്ങൾക്ക് റോളില്ല. EDയെ ആക്രമിച്ചാൽ പോലീസ് ഇടപെടും. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കുലർ പരിശോധിക്കും. സമരഗേറ്റ് അടച്ചത് സമരങ്ങൾ വരുന്ന സമയത്താണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.